നമസ്കാരം. ആദ്യം തന്നെ എത്താൻ വൈകിയതിൽ ഒരുപാട് സോറി. ഞങ്ങളെല്ലാവരും ഇന്ന് രാവിലെയാണ് എത്തിയത് ദോഹയിൽ നിന്ന്. ഇപ്പോൾ പലരും എയർപോർട്ടിൽ നിന്ന് അവരുടെ വീടുകളിൽ പോയി റെഡിയായൊക്കെ വരാനുള്ള താമസമായിരുന്നു. അതിന് കാത്തിരുന്നതിന് താങ്ക് യു സോ മച്ച്. ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്നത് E4 എന്റർടൈൻമെന്റും ഞാനും അസോസിയേറ്റ് ചെയ്യുന്ന മൂന്നാമത്തെ സിനിമയാണ്. ഞങ്ങൾ ആദ്യം എസ്ര എന്ന സിനിമ ചെയ്തിരുന്നു. അതിനുശേഷം ഒരു ഡയറക്റ്റ് സ്ട്രീമിംഗ് സർവീസ് കൊടുത്ത ഭ്രമം എന്ന സിനിമയും ഇന്നിപ്പോ ആദ്യമായിട്ടാണ് ഞങ്ങൾ കോ പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് E4 എന്റർടൈൻമെന്റും പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും ചേർന്ന് ഒരു സിനിമ നിർമ്മിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഹോം കമ്പനി പോലെ എനിക്ക് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന് വേണ്ടി ഒരു സിനിമ ചെയ്യുന്ന പോലെ തന്നെയാണ് E4 വേണ്ടി. അത്രയും ഒരു ക്ലോസ് അസോസിയേഷൻ ആണ് മുകേഷ് സാറും ഞാനും, സഞ്ജയ്, സാരഥി, വിവേക് ഇവരെല്ലാവരുമായിട്ട്. ഈ കഥ ഞാൻ കേൾക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാൻ പല വേദികളിലും പറഞ്ഞിട്ട് പോലെ അന്ന് ബേസിൽ ജോസഫ് എന്ന താരോദയം സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അന്ന് ഈ കാസ്റ്റ് അല്ലായിരുന്നു ആക്ച്വലി. മറ്റൊരു രീതിയിലുള്ളൊരു ഒരു കാസ്റ്റിങ്ങും ഒരു കൺസെപ്ഷനും വെച്ചിട്ടാണ് ദീപു ഈ സ്ക്രിപ്റ്റ് എന്നോട് പറയുന്നത്. പിന്നീട് ഞാനും ആടുജീവിതം അതിന്റെ തിരക്കുകളൊക്കെ ആയിട്ട് പോയി. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വിപിൻ ഈ കഥ വിപിന് ചെയ്താൽ കൊള്ളാമെന്ന് പറയുകയും അങ്ങനെയാണ് ഈ പ്രോജക്റ്റ് വീണ്ടും ഓണാവുന്നത്. അതിൽ വിപിൻ വരുത്തിയ ഒരുപാട് മാറ്റങ്ങളുണ്ട് ഈ സ്ക്രിപ്റ്റിലും ഒക്കെ തന്നെ. അതിൽ ഏറ്റവും വലിയ മാറ്റം ഈ ഒറിജിനലി പറഞ്ഞ കാസ്റ്റിംഗിൽ നിന്നും ഈ രണ്ട് കഥാപാത്രങ്ങൾ ബേസിലും ഞാനും ചെയ്യുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഈ രണ്ട് കേന്ദ്ര കഥാപാത്രങ്ങൾ മാറുമ്പോൾ ചുറ്റും നിൽക്കുന്ന എല്ലാ ആക്ടേഴ്സിന്റെയും കാസ്റ്റിംഗ് മാറേണ്ട ഒരു ആവശ്യം വരും. അങ്ങനെയാണ് ഈ സിനിമയിൽ ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഇത് ഇത്ര മാത്രമല്ല കേട്ടോ, ഒരു 10-40ഓളം ആർട്ടിസ്റ്റുകളുള്ള സിനിമയാണ്. അപ്പൊ ഈ ഒരുപാട് ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു പെയറിങ്, നായകൻ നായിക എന്ന് മാത്രമല്ല, ക്യാരക്ടർ ആക്ടേഴ്സ് ആണെങ്കിലും സീനിയർ ആക്ടേഴ്സ് ആണെങ്കിലും എല്ലാം ഒരു ഫ്രഷ്നെസ് ഉണ്ട് ഈ സിനിമയുടെ കാസ്റ്റിംഗ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ പേഴ്സണലി ഇത്രയും നടീനടന്മാർ ഒരുമിച്ചൊരു സെറ്റിൽ ഉണ്ടാകുന്ന ഒരു സിനിമയിൽ അഭിനയിക്കുന്നതും അത്തരം ഒരു സെറ്റിൽ ഞാൻ ഉണ്ടാകുന്നതും ഒരുപാട് നാളുകൾക്ക് ശേഷമാണ്. ഈ സിനിമയിൽ ഏറ്റവും വലിയ സന്തോഷവും അത് തന്നെയായിരുന്നു. ഒരു വലിയ കാസ്റ്റിന്റെ കൂടെ ഭയങ്കര ഫൺ ആയിട്ടുള്ളൊരു സിനിമ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത്. ഇനിഷ്യലി ഞങ്ങൾ ഈ സിനിമ പ്ലാൻ ചെയ്തിരുന്നതിനേക്കാൾ ഒരുപാട് വലിയ സിനിമയാണ് ഇപ്പോൾ. അതിന്റെ സ്കെയിൽ എന്ന് പറയുന്നത് ഈ സിനിമയിൽ വിപിൻ പറഞ്ഞതുപോലെ ഈ നടീനടന്മാരുടെ എണ്ണം കൂടുകയും നമ്മൾ ആദ്യം കൺസീവ് ചെയ്തതിനേക്കാൾ കുറെ കൂടെ വലിയ രീതിയിൽ ഈ സിനിമ എടുക്കാൻ സാധിച്ചു എന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ ആസ് പ്രൊഡ്യൂസേഴ്സ് മുകേഷ് സാറിനും എനിക്കും ഈ അവസരത്തിൽ വിപിനും വിപിന്റെ ടീമിനോടും, അതായത് വിപിൻ പറഞ്ഞ പോലെ കുറെ പുതിയ ആൾക്കാരാണ് ഈ ടീമിൽ കൂടുതലും ഉള്ളത്, ആ ടീമിനോടുമാണ് നന്ദി പറയേണ്ടത്. കാരണം ഒട്ടും സ്ട്രെസ്ഫുൾ അല്ലാത്ത, വളരെ എൻജോയ് ചെയ്ത് ഒരു ടെൻഷൻസും ഇല്ലാതെ തീർന്ന ഒരു ഷൂട്ടിംഗ് പ്രോസസ്സാണ്. നിർഭാഗ്യവശാൽ ഈ സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ എനിക്കൊരു പരിക്ക് സംഭവിക്കുകയും ഒരു നീ സർജറി ചെയ്യേണ്ടി വരികയും അങ്ങനെ ഒരു 4 മാസത്തോളം എനിക്കൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ സിനിമ ഇത്രയും നീണ്ടുപോയത്. അല്ലെങ്കിൽ ഇതൊരു 1 വർഷക്കാലം ഒന്നും നീണ്ടു നിൽക്കേണ്ട ഒരു പ്രോസസ് ആയിരുന്നില്ല. എന്നിരുന്നാലും ഇന്നിപ്പോൾ ഭംഗിയായിട്ട് ഈ സിനിമ ചെയ്തു തീർക്കാൻ സാധിച്ചു. ഈ 16-ാം തീയതി ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ഒരു വലിയ റിലീസായി ഈ സിനിമാ പ്രേമികൾക്ക് മുമ്പിൽ എത്തുകയാണ്. നിങ്ങൾ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഈ സിനിമയ്ക്ക് ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്. രാജേട്ടാ, എത്രത്തോളം എക്സൈറ്റഡ് ആണ്? കുറെ കാലത്തിന് ശേഷമാണല്ലോ ഹ്യൂമർ ട്രാക്കിലേക്ക് തിരിച്ചു വരുന്നത്. ഹ്യൂമർ എന്നുള്ളതിനേക്കാൾ ഒരു നല്ല തിരക്കഥ ഒരു നല്ല രീതിയിൽ ചിത്രീകരിക്കപ്പെട്ട ഒരു സിനിമയുടെ ഭാഗമാകുക എന്ന് പറയുന്നത് തന്നെയാണ് എക്സൈറ്റ്മെന്റ്. അതിപ്പോ ഹ്യൂമർ എന്നുള്ളതിനേക്കാൾ ഏത് സിനിമയും നമ്മൾ മനസ്സിൽ കണ്ട പോലെയോ അല്ലെങ്കിൽ അതിനേക്കാൾ ഭംഗിയായിട്ടോ ആ സിനിമ അതിന്റെ ഒരു ഫൈനൽ പ്രോഡക്റ്റിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ ഒരു നടനായിട്ടും നിർമ്മാതാവായിട്ടും വലിയ സന്തോഷം തരുന്ന, എക്സൈറ്റ്മെന്റ് തരുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഓഫ് കോഴ്സ് എല്ലാ സിനിമകൾക്കും ഒരു യാത്രയുണ്ടല്ലോ. അപ്പൊ ഈ സിനിമയുടെ യാത്ര ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാം നല്ലതിനായിരിക്കാം. കാരണം ദീപു ഈ തിരക്കഥ എന്നോട് വന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയില്ല, വിപിനെന്ന് ആദ്യത്തെ കുത്തുകോ ചെയ്തിരുന്നു ആ സമയത്ത്. ഒരു സിനിമയൊക്കെ ചെയ്ത് നിൽക്കുന്ന ഒരു സംവിധായകനാണ്. പിന്നെ ജയ 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 റിലീസ് ആവുന്നു. വിപിന്റെ ഫിലിം മേക്കിങ്ങിന് ഒരു ഭയങ്കര ഒരു ഫാൻ ഫോളോയിങ് ഉണ്ടാകുന്നു. അങ്ങനെ ദീപു പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു തിരക്കഥ വിപിന്റെ അടുത്ത് എത്തുന്നു. ആ കാലയളവ് കൊണ്ട് ബേസിൽ ഒരു വളരെ പോപ്പുലർ സ്റ്റാർ ആകുന്നു, ഫാമിലി സ്റ്റാർ ആകുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും എനിക്ക് തോന്നി ഓരോ സിനിമകൾക്കും ഒരു നിമിത്തം ഉണ്ടാവും. അപ്പൊ ആ യാത്രയുടെ പര്യവസാനം ഇന്ന് ഈ ഫോമിൽ ഈ സിനിമ എത്തി നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷം, എക്സൈറ്റ്മെന്റ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറെ നാളുകളായി അറ്റ്ലീസ്റ്റ് ഞാൻ ഇങ്ങനൊരു സിനിമയിൽ അഭിനയിച്ചിട്ടും സത്യത്തിൽ ഇങ്ങനൊരു സിനിമ കണ്ടിട്ടും ഈ കുറെ നടീനടന്മാരൊക്കെ ഉള്ള 2 കുടുംബങ്ങൾ, അവർക്കിടയിൽ നടക്കുന്ന കുറച്ച് തെറ്റിദ്ധാരണകൾ, എല്ലാ പ്രായപരിമിതിയിലുമുള്ള കഥാപാത്രങ്ങൾ, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻസിഡൻസ്,
അങ്ങനെ കുറെ കൺഫ്യൂഷൻസ് കാര്യങ്ങൾ അങ്ങനെ ചെന്ന് അവസാനിക്കുന്ന ഒരു വലിയ ക്ലൈമാക്സ്, എല്ലാ സിനിമയിലെ എല്ലാ ക്യാരക്ടേഴ്സും എല്ലാ നടീനടന്മാരും ഒരുമിച്ച് പങ്കെടുക്കുന്ന ഒരു വലിയ ക്ലൈമാക്സ് സീക്വൻസ്. അപ്പൊ അത്തരം ഒരു സിനിമ ഞാൻ മിസ് ചെയ്യുന്നുണ്ട് മലയാളത്തിൽ. അപ്പൊ അത് പ്രേക്ഷകർ മിസ് ചെയ്യുന്നുണ്ടാവുന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങളുടെയൊക്കെ എക്സൈറ്റ്മെന്റ്. അപ്പൊ 16-ാം തീയതി പ്രേക്ഷകർ വിധി എഴുതട്ടെ. ഈ മെയിൽ ഈഗോ ട്രിഗർ ചെയ്യുന്ന ചിത്രങ്ങളുണ്ട്. ഇപ്പൊ അയ്യപ്പൻ കോശി, ഡ്രൈവിംഗ് ലൈസൻസ്, മഹേഷിന്റെ പ്രതികാരം, അത്തരത്തിലൊരു ചിത്രമാണോ ഈ ഗുരുവായൂർ അമ്പലം? അല്ല, ഇത് ആ സിനിമകളുടെ ഒരു കോർ എലിമെന്റ് അല്ല ഈ സിനിമയുടെ ഇത്. പക്ഷെ ഈ സിനിമയിലും രണ്ട് ഫ്ലോഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിലെ രണ്ട് പ്രധാന പ്രൊട്ടാഗണിസ്റ്റുകൾ. ഇപ്പോ അയ്യപ്പനും കോശിയും എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റ നോട്ടത്തിൽ കോശി കുര്യനും വില്ലനും അയ്യപ്പൻ നായർ നായകനും എന്ന് തോന്നിയാൽ സത്യത്തിൽ നമ്മൾ ഒന്ന് അനാലിറ്റിക്കലായിട്ട് ചിന്തിച്ചാൽ രണ്ടുപേരും കുഴപ്പം പിടിച്ച ആൾക്കാരാണ്. രണ്ടുപേരും ഫ്ലോഡ് ആയിട്ടുള്ള ഹ്യൂമൻസ് ആണ്. അവർക്കിടയിൽ സംഭവിക്കുന്ന കുഴപ്പങ്ങളാണ്. ആ സിമിലാരിറ്റി ഉണ്ട് ഇതില്. വിനു എന്ന ബേസിലെ കഥാപാത്രവും ആനന്ദൻ എന്ന ഞാൻ ചെയ്യുന്ന കഥാപാത്രവും അടിസ്ഥാനപരമായിട്ട് ഫ്ലോഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് ഒരുപാട് കുഴപ്പങ്ങളുള്ള കക്ഷികളാണ്. അപ്പൊ അവർക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും ആ കുഴപ്പങ്ങൾക്ക് ഒരു സ്വഭാവമുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് ആ പറഞ്ഞ സിനിമകളുമായിട്ട് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്വഭാവമില്ല. അത് ആനന്ദനെ ആര് കാണുന്നു എന്നനുസരിച്ചിരിക്കും. മോഹൻഡാ ചിലപ്പോൾ സൈക്കോയിട്ട് നോക്കിയേക്കാം. ഈ ബേസില് ഇപ്പം എന്താണ് റീസെന്റ് ഇപ്പൊ ഒരു ഡയറക്ടർ എന്ന നിലയിൽ ഒരുപാട് അച്ചീവ്മെന്റ്സ് കാര്യങ്ങളൊക്കെ അതിന് ശേഷം ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫാമിലി സ്റ്റാർ എന്ന നിലയിൽ ഇപ്പൊ മലയാളത്തിൽ നിൽക്കുകയാണ്. പൃഥ്വിരാജിനെ പോലെ ഒരു ആക്ടറിന്റെ കൂടെ അഭിനയിച്ചത് കരിയറിൽ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് കരുതുന്നുണ്ടോ? ആദ്യമായിട്ട് എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ലേറ്റ് ആയിട്ട് വന്നു, സോറി. ഉറങ്ങിപ്പോയി രാവിലെ വന്നതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഞാനൊന്നും അങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ആക്ച്വലി ദീപു കുഞ്ഞിരാമായണം എന്ന് പറയുന്ന സിനിമ എഴുതിയത് ദീപുവാണ്, ഇതിന്റെ റൈറ്റർ ദീപുവാണ്. അപ്പോൾ കുഞ്ഞിരാമായണം കഴിഞ്ഞ് ഗോതയുടെ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്ന സമയം തൊട്ട് ദീപു ഗുരുവായൂരമ്പല നടയിലിന്റെ സിനിമയെ കുറിച്ചും അന്ന് പല ആർട്ടിസ്റ്റ് കോമ്പിനേഷൻ അതിനെ കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ട് ആർട്ടിസ്റ്റുകൾ അന്നും ഇതിൻ്റെ അതൊരു മെയിൻ പ്രൊട്ടഗണിസ്റ്റുകളായിട്ടുള്ള രണ്ട് ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ രണ്ടളിയന്മാർ. അപ്പോൾ ഇതന്ന് ഇങ്ങനെ ഈ ആർട്ടിസ്റ്റ് മറ്റേത് ആള് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പല സംസാരങ്ങളും ഞാൻ സജഷൻസ് ഒക്കെ പറയുമായിരുന്നു ഇങ്ങനെയൊക്കെ. അത് കഴിഞ്ഞ് ഒരു 6-7 വർഷം കഴിഞ്ഞപ്പോൾ, ഒരു 6 വർഷം കഴിഞ്ഞപ്പോൾ ആ ആർട്ടിസ്റ്റിന്റെ സ്ഥാനത്ത് ഞാൻ വരും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ പറയുന്ന കുഞ്ഞിരാമാണ് എനിക്ക് ദീപു, ഞാൻ റൈറ്ററായിട്ടുണ്ടായിരുന്നു, ഞാൻ സംവിധാനം ചെയ്ത പടത്തിൽ റൈറ്ററായിരുന്ന ഒരാളുടെ എഴുതിയ സിനിമയിൽ ഞാൻ അഭിനേതാവായിട്ട് വരുന്നത് ഒരിക്കലും പ്രതീക്ഷിച്ചൊരു കാര്യമില്ല. അപ്പോൾ അതൊരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. പിന്നെ വിപിൻ ചേട്ടൻ ജയജയകരായിട്ട് ഞാൻ ഫാമിലിയുടെ ഷൂട്ട് നടക്കുമ്പോഴാണ് ഇതിന്റെ സബ്ജക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പോൾ കൂടുതൽ എക്സൈറ്റ്മെന്റ് ആയി. കാരണം വിജയനായിട്ട് വീണ്ടും ഒരു സിനിമ ചെയ്യാനുള്ള. അപ്പോൾ പിന്നെ ദീപുവിൻ്റെ സ്ക്രിപ്റ്റാണ്. പിന്നെ E4 Entertainment വീണ്ടും കൊളാബറേറ്റ് ചെയ്യുന്നു. ഗോതയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് E4 Entertainment. അപ്പോൾ അവരുമായിട്ട് വീണ്ടും ഒരു സിനിമ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് 2-3 ആഴ്ച കഴിഞ്ഞിട്ട് വിപിൻ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു രാജുവേട്ടനാണ് മറ്റേ ക്യാരക്ടർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. കാരണം എനിക്ക് പേഴ്സണലി ഞാൻ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുന്ന ഒരാളാണ് രാജുവേട്ടൻ. അദ്ദേഹത്തിൻ്റെ ഓൺ സ്ക്രീനും ഓഫ് സ്ക്രീനും ഒക്കെ ആയിട്ടും പല രീതിയിലുള്ള ആസ് ആൻ ആക്ടർ, ആസ് എ ഡയറക്ടർ, ആസ് എ പ്രൊഡ്യൂസർ, ആസ് എ ഡിസ്ട്രിബ്യൂട്ടർ, ഇത് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ ഇപ്പോഴും അത് ഞാൻ ഇതിൻ്റെ സെറ്റിലൊക്കെ ഒരു ഞാൻ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് പേഴ്സണലി ഈ പറയുന്ന സംവിധായകൻ നടൻ എന്ന് പറയുന്ന രണ്ട് റെസ്പോൺസിബിലിറ്റി മാനേജ് ചെയ്യാൻ പേഴ്സണലി ഭയങ്കര ബുദ്ധിമുട്ടാണ്. രണ്ട് ഈക്വൽ റെസ്പോൺസിബിലിറ്റീസ് ആയതുകൊണ്ട്. പക്ഷെ ഇതൊന്നും പോരാതെ കൺസിസ്റ്റന്റ് ആയിട്ട് കണ്ടിന്യൂസ്ലി ഇങ്ങനെ സക്സസ് ഡെലിവർ ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു പ്രൊട്ടഗണിസ്റ്റ് ആയിട്ട് ഒരു റോള് അങ്ങനെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക ഭയങ്കര അഭിമാനം തോന്നിയൊരു കാര്യം തന്നെയായിരുന്നു. അപ്പോൾ അതിന് ഒരുപാട് സന്തോഷം. ഇങ്ങനെ നല്ലൊരു വേദിയിൽ അവസാനം എല്ലാവരും കൂടി ജയിക്കുന്നു, ഒരുമിച്ചിരിക്കുന്നു. 16-ാം തീയതി റിലീസാവും. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. താങ്ക് യു. രാജേട്ടാ, ഈ ക്യാരക്ടർ ചേഞ്ചിങ് എന്ന് പറഞ്ഞിരുന്നു, ബേസിലിന്റെ ആണ് ചേട്ടൻ ചെയ്യുന്നത്. അപ്പൊ ഈ പടം കണ്ടു കഴിഞ്ഞപ്പോ ബേസിൽ എന്നെക്കാട്ടി കൂടുതൽ സ്കോർ ചെയ്തു, എനിക്കത് ചെയ്യാമായിരുന്നു തോന്നിയിരുന്നു.
ഈ രണ്ട് ക്യാരക്ടറും കൂടെ ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ല ബേസിൽ ആദ്യത്തെ ക്യാരക്ടർ ചെയ്യാൻ വെച്ചാണ് ബേസിൽ കൊടുത്തത്. ഈ അന്ന് എന്നോട് ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് ദീപു ഈ കഥ എന്നോട് പറഞ്ഞപ്പോൾ ബേസിലെ കഥാപാത്രം ഞാൻ ചെയ്ത കഥാപാത്രം മറ്റൊരു നടനുമാണ്. അപ്പൊ ആരാണെന്ന് പറയുന്നില്ല. അപ്പൊ അന്ന് ഈ സിനിമ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം, ഇപ്പൊ ഉടനെ ചെയ്യേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞതിന്റെ പ്രധാന കാര്യം തന്നെ ആ കാസ്റ്റ് ഒന്ന് ഫ്രഷ് ആകണം, അല്ലെങ്കിൽ ഒരു റെപ്പറ്റീഷൻ ഫീൽ ചെയ്യും, കുറച്ച് ഫ്രഷ് ആയിട്ട് വേണം അത് ചെയ്യാൻ എന്നുള്ളതിലാണ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞത്. ഞാൻ വിപിന്റെ വേർഷൻ പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ നിന്നും എനിക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് ഈ കാസ്റ്റ് ചേഞ്ച് തന്നെയാണ്. കാരണം അങ്ങനെ ഞാൻ ആ കഥയെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. ഞാൻ ആനന്ദനായിട്ടും മറ്റൊരാൾ വിനുവായിട്ടും, പ്രത്യേകിച്ച് ബേസിൽ വിനുവായിട്ട് ഞാൻ ചിന്തിച്ചിരുന്നില്ല. ആ ഐഡിയ വിപിന്റെയാണ്. അപ്പൊ ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഈ സിനിമയുടെ ഏറ്റവും നല്ല വേർഷനാണ് ആനന്ദൻ ഞാൻ ചെയ്യുന്നതും വിനു ബേസിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബേസിൽ അത് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അത് കണ്ടപ്പോൾ ഞാനത് ചെയ്യണമായിരുന്നു എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ഞാൻ ആനന്ദൻ എന്ന കഥാപാത്രത്തിൽ ഞാനൊരു ആപ്റ്റ് കാസ്റ്റ് ആണ് എന്ന് എനിക്ക് തന്നെ സിനിമ കാണുമ്പോൾ തോന്നുകയാണ്. അപ്പൊ അത് വിപിന്റെ കഴിവ്. ജയ ജയ ഹേ ഇറങ്ങിയ സമയത്ത് അത് വൻ ഹിറ്റ് ആയിരുന്നു. ഫാമിലി ഓഡിയൻസിനായാലും ശരി, യൂത്തിനായാലും ശരി, ഒരുപാട് ചിരിക്കാനായിട്ടായാലും എന്റർടൈൻ ചെയ്യപ്പെടുന്ന ഒരു ചിത്രമായിരുന്നു. ബേസിലൊക്കെ ഒരുപാട് ചിരിച്ച സീനുകളുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗുരുവായൂരമ്പല നടയിൽ വരുമ്പോൾ അതൊരു പക്ക ഒരു എന്റർടൈൻ കോമഡി ചിത്രമാണ് ട്രെയിലറിലൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഇവര് ചെയ്ത ഇത് കറക്റ്റ് ആയിരിക്കും, ഇത് കറക്റ്റ് ഒരു ഡയറക്ടറുടെ പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടാവുമല്ലോ? അത് സ്ക്രിപ്റ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ആ സ്ക്രിപ്റ്റിൽ ജയ വേറെ തന്നെ റൂട്ടിലുള്ള സർക്കാസ്റ്റിക് മൂവിയാണ്. അതൊരു കോമഡി ആയിട്ട് ട്രീറ്റ് ചെയ്ത് നമുക്ക് ഫൈനൽ ഔട്ട് കാണുമ്പോഴാണ് അത് കോമഡി തോന്നുന്നത്. അത് ഷൂട്ട് ചെയ്യുമ്പോൾ സമയത്തൊക്കെ നമ്മൾ ചിലപ്പോൾ ചിരിക്കാം, ചിലപ്പോൾ ചിരിക്കാതിരിക്കാം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ചിലപ്പോൾ ചെയ്യുന്ന ഓർഡർ ആണെന്നൊക്കെ തോന്നുക. അതിനകത്ത് ബേസിക്കലി സ്ത്രീയുടെ എമോഷൻ ആണല്ലോ വെച്ച് നമ്മൾ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ചിലർക്ക് ചിരി വരണമെന്നില്ല. അപ്പം ആ ഒരു പേടിയും കൺഫ്യൂഷനും ഉണ്ട്. പിന്നെ അതിന് മ്യൂസിക് ചെയ്യാൻ ഭയങ്കര പാടാണ്, സർക്കാസ്റ്റിക്കലി ചെയ്യാൻ ഭയങ്കര പാടാണ്. അത് ആളുകൾ എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല. പക്ഷെ ഒരു കോമഡി മൂവി ആണെങ്കിൽ നമുക്കിത് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് ആർട്ടിസ്റ്റുകൾക്കൊക്കെ മാറ്റം വരാം, അവർക്ക് എന്താണ് ചെയ്യാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പം ജയന്ന് ഗുരുവായൂരിലോട്ട് വരുമ്പോൾ രണ്ട് സ്ക്രിപ്റ്റ് ആയതിൻ്റെ ഒരു ബെനിഫിറ്റ് ആണ്. അപ്പം അതുമായിട്ട് നമുക്ക് കമ്പാരിസൺ ചെയ്യാൻ പറ്റില്ല. എന്നാലും ഇതിന് ഒരു നമ്മൾ കണ്ട് ശീലിച്ച് വന്ന കോമഡി സിനിമകളുടെ ട്രാക്കിലുള്ള ഒരു സിനിമയാണ്. അപ്പം കോമഡി എന്ന് വെച്ചാൽ കോമഡി ഉണ്ട്, പക്ഷെ അത് നിങ്ങൾ ചിരിച്ചാലേ അത് കോമഡി ആവുള്ളൂ. അപ്പോൾ അതുവരെ കോമഡി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കുറവുണ്ട്. അപ്പം അതൊരു വെഡിങ് ആണ് എൻ്റെ ഹൈലൈറ്റ്. നമ്മളൊരു കല്യാണം കൂടുക എന്നുള്ളൊരു പരിപാടിയിലാണ് ഞാൻ ഫോക്കസ് ചെയ്തിരുന്നത് പടം മൊത്തത്തിൽ. അപ്പം ആ ഒരു കല്യാണം നടക്കുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ വരുന്ന സിനിമയാണ്. അതാണ് എൻ്റെ ഓൺലൈനിൽ ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ കല്യാണം നടക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ കല്യാണം എന്തായിരിക്കും അവസ്ഥ, ഇതാണ് നമ്മുടെ ഹൈലൈറ്റ്. അപ്പോൾ അത് ബേസ് ചെയ്ത് പോകുമ്പോൾ അതിനകത്ത് കോമഡി ഉണ്ട്, പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ കുറെ കൺഫ്യൂഷൻസ്, പറയുന്ന ഇമോഷൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഇതൊരു കംപ്ലീറ്റ് കോമഡി പടമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് എങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും കോമഡി ഉണ്ട് പടത്തിൽ. നോർമലി ഒരു എല്ലാ ജോണേഴ്സ് എടുത്ത് നോക്കാൻ ഹ്യൂമർ ആയിരിക്കും കുറച്ചുകൂടെ റിസ്ക് ആയിട്ടുള്ളത്. കാരണം വെച്ചാൽ ഒരു എപ്പോഴും നമ്മൾ കമ്പാരിസൺ ഇന്ന പടത്തിൽ ഇത് വന്നിട്ടുണ്ടോ എപ്പോഴും അങ്ങനെ ഒരു കമ്പാരിസൺ എപ്പോഴും ഉണ്ടാവും. ഈ പടത്തിൽ ഇന്ന സീനില് അങ്ങനെ ഒരു കമ്പാരിസൺ എപ്പോഴും നമ്മൾ ചെയ്യാറുള്ളതാണ്. ഇങ്ങനെ ഒരു പടം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഹ്യൂമർ വർക്ക്ഔട്ട് ആവുന്നത് എപ്പോഴും നമ്മൾ കെയർഫുൾ ആയിട്ടായിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ഒരു പേടിയുണ്ടോ? അല്ല, എല്ലാം ചെയ്യാനും പേടിയുണ്ടാവും. ഹ്യൂമർ മാത്രമല്ല, ത്രില്ലർ ചെയ്യാനും ആക്ഷൻ ചെയ്യാനൊക്കെ പേടിയുണ്ടാവും. എന്ത് ചെയ്താലും നമ്മളിപ്പോൾ ഏതെങ്കിലും സിനിമയുടെ സൈഡിലോട്ട് ചെന്നെത്തും. നമ്മൾ കണ്ട സിനിമകളോ അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത സിനിമ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ മറ്റൊരു സിനിമയെ കുറിച്ച് അറിയുന്നത് തന്നെ. അപ്പം നമുക്കത് അറിയാൻ പറ്റില്ല എവിടേക്ക് എങ്ങോട്ടൊക്കെ പോകുന്നതും. അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്തായാലും പേടിയോടെ തന്നെ ആയിരിക്കും നമ്മൾ കാണുന്നത്. അത് കോമഡി ആയാലും ഏതായാലും ഒരേപോലെ തന്നെയാണ്. അതെ, ഒന്നും ഷൂട്ടിംഗ് പെർമിഷൻ ഇല്ല. ഇപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട ഒരു പെർമിഷൻ സംഘടിപ്പിച്ചാൽ പോലും പൃഥ്വിരാജ് കുമാറിനെയും ബേസിൽ ജോസഫിനെയും അല്ലെങ്കിൽ ഈ ആർട്ടിസ്റ്റുകളൊക്കെ ഞാൻ അവിടെ കൊണ്ട് ഒരു 10-30 ആർട്ടിസ്റ്റുകളെ കൊണ്ട് 24 ദിവസം എനിക്ക് അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. എന്നാലും അത് ഡിസ്റ്റർബൻസ് ആവും അവർക്ക്. പിന്നെ എന്തായാലും നമ്മുടെ ഷൂട്ട് നടക്കത്തില്ല കൃത്യമായിട്ട്. അപ്പോൾ നമ്മളതിനെ ചിന്തിക്കാനേ പോയിട്ടില്ല, അതിനകത്ത് നടക്കില്ല. അപ്പോൾ അത് നമ്മൾ പെർമിഷൻ എടുത്തിട്ട് അതിന് സെറ്റ് ഇടുക എന്നുള്ളൊരു ഒറ്റ ഓപ്ഷൻ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ല, സുനിൽ കുമാരൻ എന്ന് പറഞ്ഞ ഒരാളാണ് ആ ഡയറക്ടർ. പുള്ളിയുടെ തുടക്ക സിനിമകളിലൊന്നാണ്. അപ്പം അദ്ദേഹം വളരെ നന്നായിട്ട് അത് കൈകാര്യം ചെയ്തു. നന്നായിട്ട് നമുക്ക് എക്സാക്ട് ഗുരുവായൂരമ്പലം ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള സെറ്റ് റീക്രിയേറ്റ് ചെയ്യും. അത് സെറ്റ് എന്ന് പറയാൻ പറ്റില്ല, റീക്രിയേറ്റ് ചെയ്യുക ചെയ്ത പുള്ളി. സെയിം സൈസിൽ ആ സെയിം സ്ട്രെങ്തനിങ് ഉണ്ടായിരുന്നു. നമുക്ക് ലൈറ്റ് കയറുന്ന ഇത്രയും പേർക്ക് ഇതിനകത്ത് നിൽക്കണം. അപ്പം ഏതാണ്ട് സെറ്റ് എന്ന് പറയാൻ പറ്റില്ല, അത് ഒറിജിനൽ പോലെ ബിൽഡ് ചെയ്തെടുത്തു പുള്ളി.
അപ്പം അത് പൊളിക്കാൻ തന്നെ 2 മാസം എടുത്തു ബേസിക്കലി. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവില്ല അത് എത്രത്തോളം സ്ട്രോങ് ആയിരുന്നു. അപ്പം അത് നമുക്കൊരു ചലഞ്ചായിരുന്നു. നമ്മൾ അത് തുടങ്ങുമ്പോൾ ഇത് എങ്ങനെയാവും എന്താവും സെറ്റിട്ട് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് എല്ലാവർക്കും ആ ഒരു ഉന്മേഷമോ അല്ലെങ്കിൽ ഇത് സിനിമ വലുതായെന്ന് ഫീൽ ചെയ്യുന്നത് ആ ദിവസങ്ങളിലാണ്. അപ്പം അതിന്റെ ക്രെഡിറ്റ് മൊത്തം അതിന്റെ ആർട്ട് ഡയറക്ടറുകളാണ്. ആ ടൈമിലുള്ള ഒരു ഇതെങ്ങനെയായിരുന്നു? ഈ ക്രൗഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. ഇതുവരെ നമ്മൾ എപ്പോ പോയാലും ഭയങ്കരമായിട്ട് ക്രൗഡ് ഉള്ള ഒരു സംഗതിയാണ്. അതിന്റെ ഉള്ളിലാണ് ഈ ക്ലൈമാക്സ് പോർഷൻസ് ഈ പറഞ്ഞ 24 ദിവസം. അപ്പൊ അതിന്റെ കോസ്റ്റ് എത്രയായി എന്നൊക്കെ പറയാൻ കഴിയും? കോസ്റ്റ് പ്രൊഡ്യൂസർ വേണ്ടത് ക്രൗഡ് നമുക്കൊരു 10,000-1500 പേര് പുറത്ത് എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. ഒരു 10-24 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ആ 24 ദിവസം ഈ ക്രൗഡ് മാനേജ് ചെയ്യാൻ തന്നെ ഒരു ഡയറക്ഷൻ ടീം ഉണ്ടായിരുന്നു. അവർക്ക് ആക്ടിവിറ്റീസ് കൊടുക്കാൻ ഡയറക്ഷൻ ടീം ഉണ്ടായിരുന്നു. പിന്നെ അവരെ ടേക്ക് കെയർ ചെയ്ത രീതി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് P4-ഉം പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും. ഞാൻ അതിൽ ഭയങ്കരമായിട്ട് അഭിമാനിക്കുന്നുണ്ട്. അവര് ജൂനിയേഴ്സിനെ ട്രീറ്റ് ചെയ്ത രീതി, അവർക്കുണ്ടായിരുന്ന ഫുഡ് എല്ലാ ദിവസവും ഞങ്ങളെക്കാളുള്ള ഫുഡ് അവർക്കാണ് കിട്ടിക്കൊണ്ട്. അവർക്ക് സെപ്പറേറ്റ് കേറ്ററിംഗ് സർവീസിൽ നിന്നുള്ള നോൺ വെജ് ഉൾപ്പെടെ നല്ല ഫുഡും എല്ലാവർക്കും കൊടുത്തായിരുന്നു. പ്ലസ് അവർക്കുള്ള ടോയ്ലറ്റ് സർവീസുകൾ, അവർക്ക് വേണ്ടി സെപ്പറേറ്റ് ടോയ്ലറ്റ്സ് ഉണ്ടാക്കി. ഈ ടോയ്ലറ്റ്സ് ഉണ്ടാക്കി കൗണ്ട് ചെയ്യാൻ പറ്റില്ല, അത്രയും ടോയ്ലറ്റ്സ് ഉണ്ടാക്കി. പിന്നെ അവർക്ക് വിശ്രമിക്കാൻ സ്പേസ്, ഫാനൊക്കെ വെച്ചിട്ട് അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് അവരെ നന്നായിട്ട് കെയർ ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം അത് എല്ലാ സിനിമയിലും സാധ്യമല്ല. പക്ഷെ അതിനു വേണ്ടി തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഈ ജൂനിയേഴ്സിനെ ഹാൻഡിൽ ചെയ്യാനും അവരെ കെയർ ചെയ്യാനും അവർക്ക് കൊണ്ട് കാര്യങ്ങൾ എത്തിക്കാനും ഒക്കെ ആയിട്ട് E4 സൈഡിൽ നിന്നും പൃഥ്വിരാജ് പ്രൊഡക്ഷന്റെ സൈഡിൽ നിന്ന് ഒരു ടീം തന്നെ ഉണ്ടായിരുന്നു. ഒരു ജൂനിയേഴ്സിനെ കോർഡിനേറ്റ് ചെയ്യാൻ. അതൊരു വലിയ ഭയങ്കര ഒരു പ്ലാൻ ആയിട്ട് തോന്നി. അതൊരു സിസ്റ്റമാറ്റിക് ചെയ്യുന്നതിനൊരു അതിന്റെ എവിഡൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നു. അത് എല്ലാ സിനിമയിലും ഇത്രയും ക്രൗഡ് ഉണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി അടുത്ത സിനിമകളിലും എല്ലാവർക്കും അപ്ലൈ ആവുന്ന ഒരു പരിപാടിയായിട്ട് മാറി. അതൊരു എക്സാമ്പിൾ ആയിട്ട് എനിക്ക് തോന്നി. അപ്പൊ അത് ഭയങ്കര നല്ലൊരു സംഭവമാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ആ ക്രൗഡിനെ ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് കുറച്ച് ഈസി ആയിട്ട് വരും. അവർ വരുന്നത് തന്നെ ഇങ്ങനെ ട്രീറ്റ് ചെയ്തിട്ടാണ് വരുന്ന ആൾക്കാർ നമ്മുടെ ടീമിന്റെ. അപ്പൊ അതിന്റെ ഒരു ഗുണം ഉണ്ടായിരിക്കും. അപ്പം ഈ പറഞ്ഞ ക്രൗഡും അതിനെ സഹായിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഫെലിക്സ് നമ്മളൊരു സാധനം പറയുമ്പോൾ നമ്മൾ ഒരു ആക്ഷൻ ഡയറക്ടർ ഇവിടുന്നുള്ള നോർമലുള്ള ആൾക്കാരെ വിളിക്കുമ്പോൾ അവർ വരുന്നു, ഷൂട്ട് ചെയ്യുന്നു, പിന്നെ നമ്മൾ ആ റിസൾട്ട് കാണും. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ പറ്റില്ല. എനിക്ക് ആക്ഷൻ എനിക്കത് കൊറിയോഗ്രാഫി ചെയ്ത് ഒരു ഡാൻസ് കൊറിയോഗ്രാഫി പോലെ ഷോർട്ട് പ്ലാൻ ചെയ്യുന്ന പോലെ എനിക്ക് അതിന്റെ ഫൈറ്റ് എന്റെ മനസ്സിലുണ്ട്. അപ്പൊ അതെനിക്ക് കൊറിയോഗ്രാഫി കാണണം. അപ്പൊ അതിന് എനിക്ക് കാണിച്ചു അവരെന്നെ ഫൈറ്റ് കാണിച്ചു നടക്കുമ്പോൾ ഫൈറ്റ്. അപ്പൊ അതിലെനിക്ക് ചേഞ്ചസ് വരുത്താം, എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആ ഡിസ്കഷനിൽ പുറത്താണ് വീണ്ടും ഒരു ഷൂട്ട് ചെയ്യും. ആ സാധനം ഷൂട്ട് ചെയ്ത് ഞങ്ങളെ കാണിച്ച് ഇതിന്റെ ആംഗിൾസ് കട്ട്സ് എല്ലാം നമ്മൾ ഫിക്സ് ചെയ്ത് എല്ലാം ലോക്കായിട്ട് പ്രിവ്യൂ നമ്മൾ കണ്ടു. എന്നിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള പോർഷൻസ് മാത്രം എടുക്കാൻ പറ്റും. അതിന് എനിക്ക് ഭയങ്കര രാജുവിന്റെ ഇഞ്ചുറി ഉണ്ട്. അപ്പം ആ ഇഞ്ചുറി ടൈമിൽ പുള്ളി അധികം ബുദ്ധിമുട്ടിക്കാതെ ആവശ്യമുള്ള ഷോട്ട് മാത്രം മാർക്ക് ചെയ്ത് സ്ട്രെസ് കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അതിപ്പം ജയിലാണെങ്കിലും സെയിം കണ്ടീഷൻസ് ബേസിൽ ദർശനം ഫൈറ്റ് ചെയ്ത് പോകണ്ടായിരുന്നു. അപ്പം ഫെലിക്സ് വരുമ്പോൾ എനിക്ക് അതാണ് ഏറ്റവും കൂടുതലായിട്ട് തോന്നിയത്. നമ്മുടെ കൂടെ പുള്ളി ഉണ്ട് ഫുൾ ടൈം. 1, 2 പുള്ളി സ്ക്രിപ്റ്റിനനുസരിച്ചിട്ട് ഷോർട്ട് ഡിവിഷൻ ചെയ്ത് എനിക്കത് ഒരു ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ നോർമൽ ആക്ഷൻ ഡയറക്ടേഴ്സ് ആണെങ്കിൽ അവർക്ക് ഒരുപാട് തിരക്കുണ്ടാവും. അവർ വരുന്നു, ആ സമയത്ത് ഷൂട്ട് ചെയ്ത് പോകുന്നത് മാത്രമേ ഉണ്ടാവും. ഇത് പുള്ളിക്ക് ടോട്ടാലിറ്റിയെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാവും. ക്യാരക്ടേഴ്സ് എന്താണ് പെരുമാറുന്നത്, അവരുടെ സ്വഭാവം എന്താണെന്ന് വരെ പുള്ളിക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഫെലിക്സുമായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. ആ പുള്ളിക്ക് പറഞ്ഞാലൊക്കെ മനസ്സിലാവും, എനിക്കും പുള്ളി പറഞ്ഞതൊക്കെ മനസ്സിലാവും. അല്ല, പുള്ളി ജർമ്മൻ ഭാഷയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം കുറച്ച് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാം. ഞാനും ശ്രമിക്കും സംസാരിക്കാനൊക്കെ. പക്ഷെ എന്നാലും ട്രാൻസ്ലേറ്ററായിട്ട് ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാവും. പിന്നെ ഞങ്ങള് ഈ പറഞ്ഞ മലയാള സിനിമകളിലെ ആക്ഷൻ ഫൈറ്റ് എങ്ങനെയാണ്, ഇപ്പം ഈ മറ്റേ നമ്മുടെ പിടിവലി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, മറ്റേ കോമഡി ആയിട്ടുള്ള, അതൊക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ള പഴയ സിനിമയുടെ റെഫറൻസ് കാണിച്ചു കൊടുക്കും പുള്ളിക്ക്. പുള്ളി അതിൽ കുറച്ചു നേരം പണി എടുക്കുന്നുണ്ട് പുള്ളി. അപ്പം സിനിമ എന്ന് പറയുന്നത് ഭാഷ ഒരു വിഷയമല്ലെന്ന് നമുക്കറിയാമല്ലോ, വിഷ്വൽ ആണല്ലോ. അപ്പോൾ അത് വിഷ്വലും സൗണ്ടിലും നമ്മളത് ട്രീറ്റ് ചെയ്യുമ്പോൾ അത് ഇനിയിപ്പം എത്ര ഭാഷ അറിയണത്ര ഒരാളെ നമുക്ക് എവിടെയും കൊണ്ടുപോയി പിച്ച് ചെയ്യാൻ പറ്റും എന്നുള്ള ഉറപ്പാണ്. അത് ഫെലിക്സ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. പൃഥ്വിയുടെ ക്യാരക്ടർ സെറ്റ് ചെയ്തത് എങ്ങനെയായിരുന്നു? ഇപ്പം ഓവർ ദി ടോപ്പ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പം അത് ഇപ്പൊ നമുക്കറിയാം, പൃഥ്വിയുടെ ഇപ്പം മുമ്പുള്ള ക്യാരക്ടേഴ്സിന്റെ അത് കോമഡി പ്രസന്റ് ചെയ്യുന്നതിനൊക്കെ ഒരു സ്റ്റൈലുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടിയാണോ പിടിച്ചിരിക്കുന്നത്? അല്ല, അങ്ങനെ വ്യത്യസ്തമാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടൊന്നുമില്ല. ഈ സിനിമ കുറച്ച് ആളുകൾക്ക് റിലേറ്റ് ചെയ്യണമെന്നുണ്ട്. പിന്നെ
ഇത് ശരിക്കും നമ്മൾ ഈ താരങ്ങളെ നമ്മൾ താരങ്ങളായിട്ട് കാണുന്ന സിനിമ തന്നെ ഇരിക്കുന്നത്. പൃഥ്വിരാജാണെങ്കിലും ബേസിലാണെങ്കിലും നിഖിലാണെങ്കിലും അർജുനാണെന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും. അത്രയും ഭയങ്കര ക്യാരക്ടർ പിടിക്കാനുള്ള സിനിമയല്ല, നമ്മളൊരു കല്യാണം കൂടാൻ പോകുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ആ ഒരു വൈബിൽ പോകുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ക്യാരക്ടർ ചേഞ്ച് ഒന്നും വരുത്താൻ പറ്റില്ല. എന്നാലും ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നത് അങ്ങനെ പ്രസന്റ് ചെയ്യണമെന്നാണ്. അപ്പം എന്നാലും സിനിമയുടെ ആ പിന്നീടുള്ള പോക്കിന് ഗുണകരമാവുള്ളൂ. കാര്യം നമ്മൾ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് പടം പിടിച്ചാൽ അവസാനം എത്തുമ്പോൾ നമ്മൾ ലോജിക്ക് കയ്യിൽ നിന്ന് പോകുന്നുണ്ട് പലരും. ആ കയ്യിൽ നിന്ന് പോകുമ്പോൾ ഇതുവരെ കണ്ട സിനിമയിലോ നിങ്ങൾ കാണുന്നെന്ന് വിചാരിക്കും. അപ്പം അതുകൊണ്ട് സിനിമയിലെ ക്യാരക്ടേഴ്സിനാണെങ്കിലും സിനിമയിലുണ്ടാകുന്ന സീനുകളുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെ നമ്മൾ കുറച്ച് എക്സാജറേറ്റ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അത് സിനിമയുടെ അവസാനം എത്തുമ്പോൾ ഈ പറഞ്ഞ ലോജിക്കൽ ഇഷ്യൂസ് ഉണ്ടാവാതിരിക്കാനാണ്. അപ്പോൾ ലോജിക്കൽ ഇഷ്യൂസ് എന്തായാലും ഉണ്ടാവും. ആ ലോജിക്ക് മാറ്റി വെച്ചിട്ട് സിനിമ കാണേണ്ടി വരും. ഇപ്പം നമ്മൾ പണ്ട് ഇപ്പം പറഞ്ഞ സി ഡി മൂസൊക്കെ കാണുന്ന പോലെ ഞാൻ ആ സിനിമ വെച്ച് കമ്പയർ ചെയ്തില്ല, ലോജിക്ക് കുറച്ച് മാറ്റി വെച്ച് കണ്ടാൽ ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. അപ്പം ആ ലോജിക്ക് ഒഴിവാക്കാൻ വേണ്ടി ഇതിനെല്ലാം ഞാൻ കുറച്ച് റിയൽ ലൈഫിൽ നിന്ന് കുറച്ച് അപ്പ് ചെയ്ത് സിനിമ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പം ആ ക്യാരക്ടേഴ്സും അതിനനുസരിച്ച് കുറച്ച് ഓവർ ദ ടോപ്പ് ചെയ്യേണ്ടി വരും. അതിപ്പം നമ്മൾ രാജുവിനെ മാത്രമാണ് ചിലപ്പോൾ ട്രെയിലർ ടീച്ചർ അങ്ങനെ കണ്ടത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അതുപോലെ ചെയ്യുന്ന ഇച്ചിരി കിളി പോയ ഇച്ചിരി കാരിക്കേച്ചർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് തന്നെയാണ്. പുതിയൊരു വൃത്തിയെ കാണാമെന്ന് പറഞ്ഞല്ലോ, എത്തരത്തിലാണ് അങ്ങനെ ഒരു തോന്നുന്നത്? ഇത് തന്നെയാണ് ഞാൻ ചോദിച്ചത്. അല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് പുതിയൊരു പ്രത്യേകം കാണാതെ അന്ന് ആരുമ്പ് കാലിൽ ശേഷം പുതിയ വൃത്തി. അല്ല, നമ്മള് ആടുജീവിതത്തിൽ ഞാനത് ശ്രദ്ധിച്ചിട്ടാണ്. അത് നമ്മളെല്ലാവരും ഒരു സിനിമ പുള്ളി ചെയ്തിരുന്നു. ഇതിൽ നമുക്കൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള എന്നാൽ കോമഡി ഹാൻഡിൽ ചെയ്യുന്ന ആദ്യം അങ്ങനത്തെ ഒരു ജോണറിൽ രാജു ചെയ്തിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ ബാക്കി കാസ്റ്റ് ബേസിലോട്ടുള്ള കോംബോ സീക്വൻസ്, നിഖിലായിട്ടുള്ള സീക്വൻസ്, ഇപ്പൊ ഈ നമ്മുടെ അശ്വിൻ, സിജു പോലുള്ള ആൾക്കാർ, പിന്നെ സീനിയേഴ്സ് ആയിട്ടുള്ള ഇങ്ങനെ പല ടൈപ്പ് ഗ്രൂപ്പുകൾ ഇതിനകത്തുണ്ട്. ആർട്ടിസ്റ്റ് വൈസ് ഇവരുടെയൊക്കെ കോമ്പിനേഷൻസ് ഒക്കെ നല്ല രസമായിട്ട് വരും. പ്രത്യേകിച്ച് എനിക്ക് ജോമോനും രാജുവായിട്ടുള്ള സീന് നമ്മൾ എഴുതുമ്പം ആ സീൻ എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. അത് ലാസ്റ്റ് നമ്മൾ മാറ്റുന്നത്, എന്നിട്ട് ലാസ്റ്റ് വീണ്ടും ഷൂട്ട് ചെയ്യുമ്പോൾ അതെങ്ങനെ ആളുകൾ പെർഫോം ചെയ്യുന്ന അറിയില്ല. രാജു ആണെങ്കിലും ജോമോനാണെങ്കിലും. പക്ഷെ അത് പെർഫോം ചെയ്യുമ്പോൾ വേറൊരു സാധനമാണ്. അപ്പം അത് എനിക്ക് തോന്നുന്നു അതൊക്കെ ആ സമയത്ത് എക്സ്പ്ലോർ ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് രാജു, എൻ്റെ ഒരു പേഴ്സണൽ തിങ്കിങ് ആണ്, രാജു ഭയങ്കര പ്രിപ്പയർ ചെയ്തിട്ട് സിനിമ ചെയ്യുന്ന, ഡയറക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അഭിനയിക്കുന്ന ഒരാളാണ്. പക്ഷെ അവിടെ വന്നപ്പം അതുണ്ടായാലും തോന്നി. അപ്പം അതൊരു പുതിയ കാര്യമായിരിക്കുമല്ലോ. അപ്പൊ ആ സ്പോട്ടിൽ പുള്ളിക്ക് തോന്നി ഇൻഡ്യൂഷൻ വെച്ചിട്ട് പുള്ളി അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ അതൊരു പുതിയ സാധനമാണ് എനിക്ക് തോന്നി. അങ്ങനെയാണെന്ന് അറിയില്ല, അത് രാജുവിന് പറയേണ്ടി വരും. ഈ രണ്ട് ഡയറക്ടേഴ്സിനാണല്ലോ, അത് രണ്ട് ഡയറക്ടേഴ്സിന് ചുമ്മാ ഉള്ള ഒരു ഡയറക്ടർ അല്ല, മലയാളത്തിൽ തന്നെ സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്ത രണ്ട് ഡയറക്ടേഴ്സ്. അപ്പം അവരെ വെച്ച് ചെയ്യാൻ നേരത്തുള്ള ഇൻപുട്ട് എങ്ങനെയാണ്? അത് സീൻ അവര് തീരെ ഇൻപുട്ട് എനിക്ക് തരാറില്ല. അവരെനിക്ക് എൻ്റെ അടുത്തൊന്നും ഇടപെടാറില്ല. എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ ഒക്കെ വിചാരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ രാജു വന്നിട്ട് ഷോട്ട് അങ്ങനെ ഇങ്ങനെ വയ്ക്കേണ്ടത് എന്നൊക്കെ പറയുന്ന ഒരാളായിരിക്കും ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടാണ് തുടങ്ങുന്നത് ഡേ വണ്ണിൽ. പക്ഷെ രാജു മോണിന്റെ ഫ്രണ്ടിൽ പോലും വന്നിരിക്കുന്നില്ല, ആ സ്പോട്ട് കാണുന്നില്ല. അപ്പൊ ഞാൻ ശരിക്കും മനപ്പൂർവ്വം മാറി തോന്നുന്നു ഞാൻ ഇവിടെ വന്നിരിക്കാം, അല്ലെങ്കിൽ സ്പോട്ട് കാണണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു ഗ്രാജുവലിയാണ് ഞങ്ങളോട് സിങ്ക് ആവുന്നത്. അതായത് എനിക്ക് ഡിസ്റ്റർബൻസ് ആവണ്ടെന്ന് പുള്ളി വിചാരിച്ചിട്ടുണ്ടാവും. ബേസിൽ എനിക്ക് പണ്ടേ അറിയാം. ബേസിൽ എന്തും മുഖത്ത് നോക്കി പറയും, കൊള്ളില്ലെങ്കിൽ കൊള്ളില്ലെന്ന് തന്നെ പറയും, കൊള്ളാമെങ്കിൽ കൊള്ളാന്ന് തന്നെ പറയും. ഇല്ലെങ്കിൽ അവനെ കളിയാക്കും, അവൻ എന്നെ കളിയാക്കും, ചിരിച്ചിട്ട് പോകുന്നതാണ്. അപ്പൊ അതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ രാജുവിന്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു പരിചയം ഉണ്ടായിരുന്നില്ല. പക്ഷെ പോകെ പോകെ മനസ്സിലായി നമ്മൾ രണ്ടും ഏതാണ്ട് ഒരേ സ്വഭാവമുള്ള ആൾക്കാരാണ് ഇരിക്കുന്നവരെല്ലാവരും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല. അവര് നമ്മളെ വർക്കിൽ ഇടപെടുകയോ, പിന്നെ ഡയറക്ടേഴ്സിന് അങ്ങനെ ഒരു ഗുണമുണ്ടല്ലോ, ഡയറക്ടർക്ക് ആക്ടർ ആകുമ്പോൾ അവർക്കറിയാം വേറൊരാളെ വർക്കിൽ കയറി ഇടപെടാൻ പാടില്ല. അവർ ഒരു വലിയ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ ചെറിയൊരു മാറ്റങ്ങളൊന്നും വരുത്താൻ ശ്രമിക്കില്ല എന്ന് എനിക്കറിയാം. അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ഒരിക്കലും ഡയറക്ടേഴ്സ് ഒരിക്കലും വേറൊരു ഡയറക്ടർ ഡിസ്റ്റർബ് ചെയ്യില്ലെന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അത് രണ്ടുപേരും ആ ഒരു അകലം നമ്മളിന്ന് എപ്പോഴും സൂക്ഷിക്കുന്നുണ്ടാവും. പക്ഷെ എന്നാൽ ഞാൻ കാണിച്ചു കൊടുക്കുമ്പോൾ ഒരു വർക്കായെങ്കിൽ വർക്കായി തന്നെ പറയും, ഇല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പറയും. അതുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ ഒരു ജോലിയിൽ കയറി അവർ ഇടപെടുന്ന സ്ഥിതി എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആക്ടേഴ്സ് ആയിട്ട് പറയും. അത് അവര് ഡയറക്ടേഴ്സ് ആയതുകൊണ്ടാണ് അതങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി എടുത്ത് മാറി നിൽക്കുക, അല്ലെങ്കിൽ നമുക്ക് ആ ഫ്രീഡം തരുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അനശ്വര 21 ദിവസം കണ്ടിന്യൂസ്ലി കല്യാണപ്പെണ്ണായിട്ട് മേക്കപ്പ് ഇട്ട് അഭിനയിച്ച സിനിമ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. കൂടെ തന്നെ ബേസിലേട്ടന്റെ വാതുവായിട്ട് അഭിനയിച്ച ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. 21 ദിവസം നമ്മൾ ഈ ഗുരുവായൂർ സെറ്റ് ഇട്ടിട്ടാണ് നമ്മളത് ഷൂട്ട് ചെയ്തത്. അപ്പം ഫസ്റ്റ് ഡേ
റെഡിയായി എല്ലാം സെറ്റായി. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കല്യാണ പെണ്ണ്, നല്ല കോസ്റ്റ്യൂം, നല്ല ജ്വല്ലറി, മുല്ലപ്പൂ, ഇത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം മുതലേക്ക് മനസ്സിലായി പാളി. കാരണം പറ്റില്ല, പുറത്തിറങ്ങിയ ചൂട്, അകത്ത് കാരണം ഒരുപാട് ഈ പടത്തിൽ ആദ്യം തൊട്ട് അവസാനം വരെ ഒരുപാട് സീനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെയും ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പം എല്ലാവരും കൂടി ഒരുമിച്ച് വരുന്നതാണ് ഈ ക്ലൈമാക്സ് മൊത്തത്തിൽ, എല്ലാ ആർട്ടിസ്റ്റും. അപ്പോൾ ക്ലൈമാക്സ് ആകുമ്പോൾ ഇവരെല്ലാവരും വെച്ച് ചെയ്യണം. അപ്പം നമുക്ക് അവിടെ വന്നിട്ട് നമ്മൾ കുറേ സമയം നമ്മൾ വെറുതെ ഇരിക്കേണ്ടി വരും ചിലപ്പോൾ. അപ്പം മിക്ക സമയങ്ങളിൽ നമ്മൾ ക്യാരവാനിൽ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ചില സമയം നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല, ബോറടിക്കും, പുറത്തേക്ക് ഇറങ്ങും. അപ്പം അങ്ങനെയാണ് ഷൂട്ട് പോയിക്കൊണ്ടിരുന്നത്. ചിലപ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല, കാരണം എനിക്ക് ഇത്രയും സെറ്റ് വെച്ചുകൊണ്ട് ഉറങ്ങാൻ പറ്റില്ല, റെസ്റ്റ് എടുക്കാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ പുറത്തേക്ക് ഇറങ്ങി ആ ഷൂട്ടൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര രസമാണ്. കാരണം ആ ചെയ്യുന്ന രീതി, അതായത് എല്ലാം ഷൂട്ട് ചെയ്തേക്കുന്ന ഓർഡറിലായിരുന്നില്ല, ബട്ട് സ്റ്റിൽ ആ കണ്ടിന്യൂറ്റി ആദ്യം മുതൽ അവസാനം വരെ അത് പിടിച്ച് ചെയ്തു. അപ്പോൾ അതൊക്കെ എനിക്കൊരു ന്യൂ എക്സ്പീരിയൻസ് ആണ്. ഇത്രയും വലിയൊരു സെറ്റിൽ ഇത്രയും സീനിയർ ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ ചെയ്യാന്നുള്ളത് എനിക്ക് ഭയങ്കര ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. സോ അത് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. പിന്നെ ബേസിലേട്ടൻ്റെ വധു എന്ന് പറയുന്ന, വധു എന്ന് മാത്രമല്ല പേരായിട്ടാണെങ്കിലും എനിക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു ആളുടെ കൂടെ വർക്ക് ചെയ്യാൻ. ഇപ്പം നമ്മൾ എൻ്റെ സീൻ എടുത്ത് എൻ്റെ ക്ലോസ് ആണെങ്കിൽ കൂടി ആളെനിക്ക് അപ്പുറത്തിരുന്ന ആളുടെ ഡയലോഗ് എനിക്ക് ക്യാമറയുടെ ഇപ്പുറത്ത് എനിക്ക് ഡയലോഗ് പറഞ്ഞു തരും. സോ അത്രയും കംഫർട്ടബിൾ ആയിരുന്നു, അത്രയും സെറ്റായിരുന്നു എനിക്ക് ആളുടെ കൂടെ വർക്ക് ചെയ്യാൻ. അതേപോലെ ഇപ്പം എല്ലാവരുടെയും കൂടി മൊത്തത്തിൽ ഇപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റിൻ്റെയും കൂടി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതേപോലെ എൻജോയ് ചെയ്തൊരു സിനിമയാണ് ഗുരുവായൂരമ്പലം. രാജേട്ടാ, മല്ലികാമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇന്റർവ്യൂസിലൊക്കെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം രാജേട്ടൻ്റെ കോമഡി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഈ സിനിമ മല്ലികാമ്മയെ എത്രത്തോളം സന്തോഷിപ്പിക്കും? അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഈ പടം. അല്ല, അമ്മയ്ക്ക് നല്ല ഇതൊരു അറ്റ്ലീസ്റ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നതാണ് കേട്ടോ. ഇപ്പൊ നാളെ റിലീസായിട്ട് അങ്ങനെ അല്ലല്ലോ നിങ്ങൾ പറഞ്ഞ അങ്ങനല്ല. എനിക്ക് തോന്നുന്നത് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നത് ഈ ഹാപ്പി വ്യൂയിങ് ആണ് സിനിമ. നമ്മൾ കാണുമ്പോഴും കണ്ടു തീരുമ്പോഴും ഒക്കെ ഒരു സന്തോഷം തരുന്ന സിനിമയാണ്. ഈ ഡോപ്പമീൻ ഷോട്ട് എന്ന് പറയുന്ന പോലെ നമുക്ക് ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു ഹാപ്പി ആയി അല്ലേ. അപ്പൊ അത് അങ്ങനത്തെ സിനിമകളാണ് പലപ്പോഴും ആൾക്കാർ വീണ്ടും കാണാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത്. ബിക്കോസ് യു വാണ്ട് ടു ഗോ ബാക്ക് ടു ഹൗ ദ ഫിലിം മെയ്ഡ് യു ഫീൽ. അപ്പൊ അത് അമ്മയ്ക്ക് മാത്രമല്ല, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള സിനിമയാണെന്നാണ് എനിക്ക് ശുഭപ്രതീക്ഷ. അമ്മയ്ക്ക് പ്രത്യേകിച്ചും, കാരണം ഈ പറഞ്ഞാൽ അമ്മയ്ക്ക് ഞാൻ ഈ ലൈറ്റർ റോൾസ് ഒക്കെ ചെയ്യുന്നത് കാണാൻ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം. അമ്മയ്ക്ക് അമരക് ബ്രാൻഡിനെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ അമ്മ 16-ാം തീയതി അല്ലെങ്കിൽ റിലീസായ ഉടനെ ആദ്യ ദിവസങ്ങളിൽ തന്നെ സിനിമ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്റെ അമ്മയോട് ചോദിക്കാം. ഞങ്ങളുടെ എല്ലാ പടങ്ങളും സെലിബ്രേറ്റ് ചെയ്യണേ എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇത് അതെ, ഞാൻ ആ കാര്യത്തിൽ ഭയങ്കര അഭിമാനിക്കുന്നു. ഈ സിനിമ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിലാണ്, ഞങ്ങൾ കോ പ്രൊഡ്യൂസേഴ്സ് ആണ് ഈ സിനിമയുടെ എന്നുള്ള കാര്യത്തിൽ ഞാൻ തീർച്ചയായിട്ടും അഭിമാനിക്കുന്നു. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ഈ ജോണറിൽ ഉള്ള സിനിമ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ഇതിൽ ഞങ്ങൾക്ക് E4 എന്റർടൈൻമെന്റ് ഉണ്ട്, കൂടെ ഉണ്ട്. ആൻഡ് ഈ സിനിമ ചെയ്ത എക്സ്പീരിയൻസിൽ ഇപ്പൊ ഈ സിനിമ റിലീസ് ആവുന്നതിന് മുമ്പ് പറയുമ്പോഴാണല്ലോ അതിന്റെ ഭംഗി. ഉറപ്പായിട്ടും ഞങ്ങൾ ഇനി ഒരുമിച്ച് സിനിമകൾ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരട്ടെ, ഒരു അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമ ആകട്ടെ റിലീസിന് ശേഷവും. ഞാൻ ബോളിവുഡ് ചെയ്യാൻ പോകുന്ന ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അത് അവര് ഹിന്ദി അറിയാം. ഞാൻ സുഗമ പരീക്ഷയൊക്കെ കഴിഞ്ഞ് 100 മാർക്ക് കിട്ടിയിട്ടുണ്ട്. പഴയ ഹിന്ദിയാണ്. ഇപ്പൊ കുറച്ചുകൂടെ ഹിന്ദി സിനിമ കാണുന്നതാണ്. ഹിന്ദി में बात करना है क्या? പണ്ട് കണ്ടിട്ടുണ്ടോ ശക്തിമാൻ? ഇല്ല, ആവുന്നുണ്ട്. അതെ, അങ്ങനൊന്നുമില്ല. അപ്പോ സീരിയസ് ആയി പോയല്ലോ. പൃഥ്വിരാജിന്റെ ഫിലിം അഭിനയിച്ചോണ്ടോ? ഞാൻ നല്ല പാട്ടൊക്കെ പാടിയായിരുന്നു. ഈ അങ്ങനെയൊന്നുമില്ല.
ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ സീരിയസ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഉറക്കം കിട്ടിയില്ല. ഇന്നലെ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. നന്നായിട്ട് ഉറങ്ങിയിട്ടൊക്കെ വന്ന ഭയങ്കര കോമഡിയാണ്. അല്ല അത് ധ്യാനില്ല, ഇല്ല അങ്ങനെയില്ല. തീർച്ചയായിട്ടും അമിതഭാരം തരല്ലേ. കഴിഞ്ഞ ദിവസം ഏതൊരു സിനിമയുടെ ഷൂട്ടിൻ്റെ ഇടയിൽ പ്രാവുമൂട് ഷാപ്പിൻ്റെ ഷൂട്ടിൻ്റെ ഇടയിൽ ഒരു ചേട്ടൻ വന്ന് ഫോട്ടോ എടുത്തു. അപ്പോൾ ചേട്ടൻ ചോദിച്ചു തൃശ്ശൂരാണ് ഷൂട്ടിങ്. അപ്പോൾ ചേട്ടൻ ചോദിച്ചു ഏത് പടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രാവുമൂട് ഷാപ്പ്. അപ്പോൾ ചേട്ടൻ ഇന്റർവ്യൂ പൊളിക്കണം കേട്ടോ. അപ്പൊ പടം ഇന്റർവ്യൂവിൽ അമിത പ്രതീക്ഷയായി തുടങ്ങി. അതൊക്കെ ഒരു വൈബല്ലേ. നിഖില, ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് രാജുവേട്ടൻ്റെ കൂടെ കുറെ സ്ലോ മോഷൻ സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം രാജുവേട്ടനിൽ നിന്ന് ഒരു രാജുവേട്ടനിൽ നിന്ന് എന്തൊക്കെയാണ് പഠിക്കാൻ പറ്റുക? പ്രത്യേകിച്ചും പഠിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ പഠിക്കുക എന്നുള്ളതല്ല, നമ്മൾ ചില ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യാനുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരിക്കും. നമ്മൾ സിനിമയിൽ വന്നിട്ട് എൻ്റെ ഫസ്റ്റ് ടൈം അസോസിയേഷനാണ്. അപ്പം എനിക്ക് അതൊരു വലിയ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. പഠിക്കാനുള്ളൊരു സ്പേസൊന്നും ഇവനായിട്ടും തന്നിട്ടില്ല. ഒരുപാട് സീനുകളും ഡയലോഗുകളും ഒക്കെ ഉള്ളതുകൊണ്ട് അത് പഠിക്കേണ്ടത് കൊണ്ട് മറ്റേതെനിക്ക് പറ്റിയിട്ടില്ല. ഇല്ല, അങ്ങനെ ഒരാളുടെ അടുത്തുനിന്ന് പഠിക്കുക എന്ന് പറയുന്നത് അഭിനയിക്കുന്ന സമയത്ത് എന്നുള്ളതല്ലേ. നമ്മൾ ഗ്രാജുവലി ഇപ്പം എല്ലാ ദിവസങ്ങളും നമ്മൾ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടുള്ള കാണുമ്പോഴാണ് നമ്മൾ കൂടുതൽ പരിചയപ്പെടുന്നതും സംസാരിക്കുന്നതും. പൃഥ്വിരാജിനെ ബേസിക്കലി ഒരുമിച്ച് അഭിനയിക്കാൻ നേരത്ത് ഒരുപാട് നേരം കൂടെ കിട്ടിയില്ല. ഒരു കഥ പറയാനൊക്കെ ട്രൈ ചെയ്തു. അല്ലെങ്കിൽ മാനസം പൃഥ്വിരാജിന്റെ മാനസങ്ങളൊക്കെ പഠിച്ചു. ഇല്ല, അങ്ങനെ ഒരു കഥ ഇല്ല. പക്ഷെ എനിക്കിങ്ങനെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. എനിക്ക് ആദ്യമൊക്കെ എനിക്ക് നമുക്ക് ഒരു പേടി ഉണ്ടാവുമല്ലോ. ഞാനും അങ്ങനെ അധികം മുമ്പ് ഞാൻ സംസാരിച്ചിട്ടൊന്നുമില്ല. എല്ലാവരെയും പോലെയൊക്കെ തന്നെയാണ്. ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയതാ. അന്ന് ഒരു പ്രാവശ്യം ഈ സിനിമയ്ക്ക് മുമ്പ് ഒറ്റ പ്രാവശ്യം ഞാൻ രാജുവേട്ടനെ കണ്ടിട്ടുള്ള വിമാനം എന്ന് പറഞ്ഞ സിനിമയുടെ സെറ്റിൽ ഞാൻ അതിന് പോയി ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അല്ലാതെ നമ്മൾ സിനിമയിലൊക്കെ അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ ഭയങ്കര ഫാനാണ്. അപ്പൊ അത് കാരണം ഇതിന്റെ സെറ്റിൽ വന്നപ്പോ ഞാൻ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഇന്റർവ്യൂസിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ റീലിലൊക്കെ കാണുന്ന രാജുവേട്ടനാണ് എൻ്റെ മുമ്പിൽ. അപ്പൊ എനിക്ക് കുറച്ച് പേടിയുണ്ട്. മോണിറ്ററിന് പുറകിൽ ഇങ്ങനെ ഇരിക്കുന്ന നമ്മളൊക്കെ കൂടെ ഇങ്ങനെ ഗ്യാങ് ആണല്ലോ, അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണ്. അപ്പൊ ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു. പിന്നെ 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 നമ്മുടെ ഒരേ വൈബാന്ന് മനസ്സിലായി. പിന്നെ ഭയങ്കര ഓടിയായിരുന്നു. തമാശയൊക്കെ പറയും. ടിപ്സോ അല്ല, ഞാൻ ഇങ്ങനെ ചോദിക്കും. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞു ടിപ്പ് ചോദിക്കല് തന്നെ ഫുൾ ടൈം. അപ്പോ അല്ല, എനിക്കിതൊക്കെ എങ്ങനെയാണ് ഇതെല്ലാം കൂടെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്? എങ്ങനെയാണ് ഇതിന്റെ സിനിമ എന്ന് മാത്രം ആലോചിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണല്ലോ ഫുൾ ടൈം സിനിമ. ഒരുപാട് ഇന്റർവ്യൂസിലൊക്കെ സംസാരിക്കുന്നതും അദ്ദേഹത്തിലൊരു വിഷൻ, ഒരു മലയാള സിനിമയെ റെപ്രസെന്റ് ചെയ്യുന്നു, ഒരു ബ്രാൻഡ് അംബാസഡർ എന്നൊക്കെ പുറത്തേക്ക് അതിനൊക്കെ. അപ്പൊ ഇതൊക്കെ അങ്ങനത്തെ ആസ്പിറേഷൻസ് ഉള്ള ഒരാൾ. അപ്പൊ ഇതൊക്കെ എനിക്ക് ഭയങ്കര, ഞാനും അങ്ങനെ കുറച്ച് അംബീഷ്യസ് ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പൊ എനിക്കും ഈ പറയുന്ന ഭയങ്കര റിലേറ്റബിൾ ആണ് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ. അപ്പൊ എനിക്ക് ആഗ്രഹമുണ്ട് ഇതൊക്കെ എങ്ങനെയാ ഇതൊക്കെ കൂടെ മാനേജ് ചെയ്ത് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, കണ്ടിന്യൂസ്ലി ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇതെല്ലാം മാനേജ് ചെയ്ത്. പിന്നെ അവിടെ എങ്ങനെയാണ്, അവിടുത്തെ വർക്കിംഗ് എങ്ങനെയാണ്, ഇവിടെ എങ്ങനെയാണ്, ഇവിടുത്തെ സ്റ്റൈൽ എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ പഴയ കഥകൾ, ഒരുപാട് സിനിമകളിലെ കഥകളും തമാശകളൊക്കെ അങ്ങനെയൊക്കെ. ചെറിയ പ്രായത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയ ഒരാളെന്നുള്ള ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്നു, ഡിജിറ്റലിലേക്ക് വന്നപ്പോൾ അത് ഷൂട്ട് ചെയ്യുന്നു, പല പല ആർട്ടിസ്റ്റുകളുടെ കൂടെയും പല ഡയറക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. തെലുങ്കിൽ ചെയ്യുന്നു, ഹിന്ദിയിൽ ചെയ്യുന്നു, അങ്ങനെ പല ഭാഷകളിൽ ചെയ്യുന്നു. അപ്പൊ എല്ലാത്തിനെ കുറിച്ച് നമുക്ക് കുറെ കാര്യങ്ങൾ, കഥകളൊക്കെ ചോദിക്കാനുണ്ട്. അങ്ങനെയൊക്കെ എങ്ങനെയായിരുന്നു പക്ഷെ ഇങ്ങനെയൊക്കെ നമുക്ക് അപ്പൊ അങ്ങനെ ഒരുപാട് ചോദിക്കാനുണ്ട് ആക്ച്വലി. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടിപ്സ് ചോദിക്കാറുണ്ട്. എനിക്ക്
ബേസിൽ ഒരുപാട് വർക്ക് ചെയ്ത് ഇങ്ങനെ ടയർഡൊക്കെ ഇല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യാൻ നേരത്ത് വിനീത് ശ്രീനിവാസൻ ഇടയ്ക്ക് വിളിച്ചിട്ട് ചോദിക്കും, എടാ നീ ഓക്കെ അല്ലേ എന്നങ്ങനെ ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ വൃത്തിക്ക് പറ്റിയ സംഗതിയാ, ഇത് എല്ലാം കൂടെ ആ പരിപാടിയാണോ ഈ പറഞ്ഞത്? പറഞ്ഞു വിനീതേട്ടൻ പറഞ്ഞു. അതായത് വിനീതേട്ടൻ ഈ പറയുന്ന പോലെ ഞാൻ എന്താ കുറച്ച് എല്ലാം കൂടെ ആയിട്ട് ഞാൻ ഭ്രാന്തായിട്ടിരിക്കുമ്പോൾ ഒരു വിനീതേട്ടൻ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഒരു ദിവസം, എടാ നീ ഓക്കെ ആണോ, എല്ലാവരും എന്തെങ്കിലും ഡേറ്റ് മറ്റേത് അതപ്പോ ഇപ്പൊ എങ്ങനെയൊക്കെയാണല്ലോ ചോദിക്കുക. അപ്പൊ ഒരാൾ പെട്ടെന്ന് ഓക്കെ അല്ലേ എന്ന് ചോദിച്ചപ്പോ എനിക്ക് ഭയങ്കര അങ്ങനെയൊക്കെ ആൾക്ക് അത് ഭയങ്കര ഇതായിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് വിനീതേട്ടൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു. അപ്പൊ അതിന് വിനീതേട്ടൻ സംസാരിച്ച് എല്ലാവർക്കും പൃഥ്വിരാജ് ആവാൻ പറ്റൂല്ലോ, അതുകൊണ്ട് ഞാൻ അവൻ്റെ അടുത്ത് ഓക്കെ ആണോ എന്ന് ഞാൻ ചോദിച്ചു എന്ന് അങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പൊ അതൊക്കെ തന്നെയാണ് എനിക്ക് പറയുന്നത്, എങ്ങനെയാണ് അങ്ങനെ ആകുന്നത്. ഒരുപാട് നാളിന് ശേഷമാണ് കേരളത്തിൽ പുറത്ത് ഇതുപോലൊരു പഴയ കാലഘട്ടത്തിൽ ആ സിനിമാ സെറ്റിൽ അനുഭവങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, എത്രത്തോളം സ്വപ്നതുല്യമാണ് ഈ സിനിമ? രണ്ട്, ആ ലൊക്കേഷൻ അനുഭവം. അപ്പോൾ കഴിഞ്ഞ ഇന്റർവ്യൂവിലാണ് രാജേട്ടൻ പറഞ്ഞത് ഒരുപാട് നാളിന് ശേഷമുള്ള ഒരു സിനിമാ സെറ്റ് കാണാൻ കഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ എത്രത്തോളം രസകരമായിരുന്നു? ഇതെൻ്റെ രണ്ടാമത്തെ സിനിമയാണ് രോമാഞ്ചത്തിന് ശേഷം. രണ്ടാമത്തെ സിനിമയിൽ എനിക്ക് ഇവരുടെയൊക്കെ അടുത്തിരിക്കാൻ പറ്റുമെന്നൊന്നും സ്വപ്നം പോലും കണ്ടിട്ടുള്ളതാണ്. എത്രയോ പേരൊക്കെ എത്രയോ പടങ്ങൾക്ക് ശേഷമായിരിക്കും അവർക്കൊക്കെ ഇത് കിട്ടും. പക്ഷേ അത് രാജേട്ടനും വിജയനും ഇവരൊക്കെ നമ്മൾ പരിഗണിക്കുന്ന ഒന്നാണല്ലോ, ഇവിടെ വന്നിരിക്കാനും പറ്റുന്നതും നിങ്ങൾക്ക് ഇപ്പോൾ എന്നോട് ജോയിൻ ചെയ്യാൻ പറ്റുന്നതല്ല. പിന്നെ ലൊക്കേഷനുള്ള എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിപിൻ ചേട്ടൻ ഭയങ്കര സപ്പോർട്ടീവാണ്. നമുക്ക് പേടിയുണ്ട്, കാരണം ഇവരൊക്കെ ഭയങ്കര സീനിയർ ആർട്ടിസ്റ്റുകളാണ്. പക്ഷേ വിപിൻ ചേട്ടൻ എപ്പോഴും നമ്മുടെ അവരെപ്പോഴും നമ്മളെപ്പോഴും കംഫർട്ടാക്കി തന്നെ നിർത്തും, അടിപൊളിയായിട്ട് തന്നെ നിർത്തും. പിന്നെ ഞാനും സാഫ്, ജോമോന്, അശ്വിന് ഞങ്ങളായിരുന്നു ഒരു ഗ്യാങ്ങായിട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പം പടം കാണുമ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പം അടിപൊളിയാണ്, സ്വപ്നതുല്യം അതിനപ്പുറമൊക്കെയാണ് ഇത് പറയാൻ പറ്റും. ഹായ് ഓൾ, മൈസെൽഫ് വിനോദ് ജനാർദ്ദൻ. ഞാനൊരു പൃഥ്വിരാജ് സാർ, ബ്ലെസ്സി സാർ ഒരു അതിനു മുമ്പ് ആടുജീവിതം തിയേറ്ററിൽ കണ്ട് സ്പീച്ച്ലെസ് ആയിട്ടുള്ള ഒരാളാണ്. ഗ്രേറ്റ്. ബ്ലെസ്സി സാർ ഒരു ഇന്റർവ്യൂല് മാതൃഭൂമിയുടെ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പറഞ്ഞു, പൃഥ്വിരാജ് എന്ന് പറയുന്ന ആക്ടറുടെ കണ്ണുകളിൽ എപ്പോഴും തിളക്കം ഉണ്ടാവും. ആടുജീവിതത്തെ കാസ്റ്റ് ചെയ്യുമ്പോൾ ആ തിളക്കം മാറ്റുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച്. ആടുജീവിതം കഴിഞ്ഞിട്ട് പിന്നീട് ക്യാരക്ടേഴ്സ് സെലക്ട് ചെയ്തപ്പോൾ ഈ ഇതിലെ നമ്മുടെ ഗുരുവായൂരെ പോലെയുള്ള ക്യാരക്ടേഴ്സ് വരുമ്പോൾ അതിൽ നിന്ന് മറ്റ് ക്യാരക്ടേഴ്സിലേക്ക് മാറാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഒരു ചലഞ്ചിങ് ആയിരുന്നു. എനിക്ക് ആക്ടേഴ്സ് ജനറലി ഒരു സിനിമ കഴിയുമ്പോൾ, കുറച്ച് സിനിമകൾ ചെയ്ത് കഴിയുമ്പോൾ, ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ക്യാരക്ടറുമായിട്ട് അങ്ങ് ഡിസസോസിയേറ്റ് ചെയ്യാൻ പഠിക്കും. നമ്മൾ സബ് കോൺഷ്യസ്ലി നമ്മൾ പഠിക്കും. ഇപ്പോൾ ഗുരുവായൂരമ്പല നടയിൽ കഴിഞ്ഞിട്ട് ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ ഞാനൊരു ചെറിയ വേഷം ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആനന്ദൻ അങ്ങനെ ആ സമയത്തുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ സബ് കോൺഷ്യസ്ലി ഒരു എഫേർട്ട് എടുക്കാതെ തന്നെ അത് പോകും. പക്ഷെ ആടുജീവിതത്തിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് സിനിമകളെ പോലെ അല്ല. കാരണം ഒരു 10-16 വർഷക്കാലം ആ സിനിമയ്ക്കൊപ്പം യാത്ര ചെയ്തത് കൊണ്ട് അങ്ങനെ ഫുള്ളി അതങ്ങ് ഡിസസോസിയേറ്റ് ചെയ്തിട്ട് ഇനിയില്ല എന്നുള്ളൊരു, ഇപ്പോഴും ചില സമയങ്ങളിലൊക്കെ ഞാൻ ആ കഥാപാത്രത്തെ കുറിച്ചൊക്കെ ഇനിയിപ്പോ ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല, കാരണം സിനിമ റിലീസ്. പക്ഷെ എന്നാലും ചിലപ്പോൾ ചിന്തിക്കാറൊക്കെ ഉണ്ട്. എങ്ങനെ മറ്റൊരു ക്യാരക്ടറിലേക്ക് പോകുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ ആ പുതിയ കഥാപാത്രത്തിലേക്കും പുതിയ തിരക്കഥയിലേക്കും അടുത്ത സംവിധായകന്റെ വിഷനിലേക്കും പൂർണ്ണമായി നമ്മൾ ആസ് എൻ ആക്ടർ സബ്മിറ്റ് ചെയ്യുക, അതിലേക്ക് സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഞാൻ എല്ലാ സിനിമകൾക്കും ചെയ്യാൻ ശ്രമിക്കുന്നത്. എനിക്ക് ഇപ്പോൾ ആനന്ദൻ എന്ന് പറഞ്ഞ ഈ ഗുരുവായൂരമ്പല നടയിൽ കണ്ടിട്ട് ആനന്ദനിൽ നജീബിന്റെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ എന്ന് പ്രേക്ഷകർക്ക് തോന്നിയാൽ അത് എന്റെ പേഴ്സണൽ ഫെയിലിയർ ആയിട്ടാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ലല്ലോ, അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ കരുതുന്നു. വിപിന്റെ മേക്കിങ്ങും വളരെ പുതുമയാണ്. അല്ല, വിപിൻ ബേസിക്കലി ഒരു എഡിറ്ററാണ്, അൽഫോൺസിനെ പോലെ. അപ്പൊ അതുകൊണ്ട് അവർക്ക് അവർ പറയുന്ന കഥയുടെ നെറേറ്റീവിന്റെ സ്ട്രക്ചർ നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുന്ന പോലെ ആയിരിക്കില്ല അവരുടെ സ്ട്രക്ചർ. അപ്പോൾ അത് വിപിന്റെ സിനിമകളിൽ ഒരു സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഇന്റർകട്ട് ആയിട്ട് മറ്റൊരു സീനിലെ ഒരു ഷോട്ട് വരിക, ആ ഷോട്ട് റിയാക്ഷൻ പോലെ വരുന്നത് വേറൊരു ഇവന്റിന്റെ റിയാക്ഷൻ ആയിരിക്കും, എന്നിട്ട് തിരിച്ച് ഈ സീനിലെ. അപ്പൊ അങ്ങനത്തെ ഒരു നെറേറ്റീവ് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുന്നത് വിപിൻ ഭയങ്കര മിടുക്കനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ രീതിയിൽ പറഞ്ഞതുകൊണ്ടാണ് ഗുരുവായൂരമ്പല നടയിൽ എന്ന സിനിമ
ഇന്ന് എനിക്ക് ഇത്ര എന്റർടൈനിങ് ആയിട്ട് തോന്നുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് വിവിന്റെ ഒരു കഴിവ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഒരു ഗെറ്റ് ഔട്ട് പറഞ്ഞു.